ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ ഒരു സാക്ഷ്യത്തിലൂടെ വിശുദ്ധ യൂദാസ്ലീഹായുടെ അത്ഭുത അസാധ്യ കാര്യങ്ങളുടെ മാധ്യസ്ഥ ശക്തിയും അതിലൂടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും എൻ്റെ കുടുംബത്തിനും എൻ്റെ നിയോഗത്തിനും ലഭിച്ച ആ അത്ഭുത സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി വിശുദ്ധ യൂദാസ്ലീഹായുടെ നൊവേന ചൊല്ലി ആ അത്ഭുത സാക്ഷ്യവും പറഞ്ഞ് ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു. അത് അറിയാത്ത ആരെങ്കിലുമൊക്കെ കേൾക്കാനിടയായാൽ അതുവഴി ഒരു അനുഗ്രഹം അവർക്കും കൂടി ലഭിക്കട്ടെ. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ യൂദാസ്ലീഹായുടെ മഹത്വം എല്ലാവരിലും എത്തിക്കുന്നു. അത് യൂട്യൂബിലുള്ള ലിങ്ക് അയച്ചു കൊടുത്ത് ചെയ്യുന്നുണ്ട്. അതായത് വിശുദ്ധ യൂദാസ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥ ശക്തിയുടെ പ്രാർത്ഥന വ്യാഴാഴ്ച നോവേന ഞാൻ കേൾക്കാനിടയായത് വയനാടുള്ള അനുഗ്രഹ റിട്രീറ്റ് സെൻറ്ററിൽ ഫാദർ മാത്യു വയലമണിൽ അച്ഛൻ എന്ന പ്രധാന പുരോഹിതൻ നയിക്കുന്ന, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അദ്ദേഹത്തിലൂടെ ക്രിസ്തുവിൻ്റെ കൃപാവരം ലഭിച്ച് അതിനെ സാക്ഷിപത്രമാക്കിയ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനിതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾ എന്നിലൂടെ അറിയാൻ കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇതിലൂടെ മഹത്വപ്പെടുത്താനും ഈ വിശുദ്ധ സ്ലീഹൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയും മാധ്യസ്ഥ വിശേഷണങ്ങളും ഒക്കെ പറഞ്ഞ് ക്രിസ്തുവിനെ അതിലൂടെ പരിചയപ്പെടുത്തി മഹത്വപ്പെടുത്തുവാൻ ഞാനൊരു ഉപകരണമായി നിമിത്തമായി ദൈവം എന്നെ മാറ്റി തിരഞ്ഞെടുത്ത ആ നല്ല മുഹൂർത്തവും നല്ല നിമിഷവും ഈ നല്ല ജീവിതവും എനിക്ക് തന്നതിന്, ക്രിസ്തുവിനെ അറിയാൻ ദൈവം ക്രിസ്തുവായിട്ട് എനിക്ക് തന്ന ആ അനുഗ്രഹത്തിന്, ആ വലിയ അനുഗ്രഹത്തിന് മുന്നിൽ ആ പാതാരബിന്ദങ്ങളിൽ കണ്ണുനീർ പൂക്കളും ആനന്ദ നൃത്തമാടിക്കൊണ്ടുള്ള ഹൃദയത്തിൻ്റെ സന്തോഷവും ഈ ലോകത്തിന് മുന്നിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന് ഉറക്കെ വിളിച്ച് പറയുവാനും എനിക്ക് ഇന്ന് ജീവനും ശ്വാസവും എല്ലാം നൽകി എന്നെ ഓരോ സെക്കൻഡിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ എൻ്റെ പ്രാർത്ഥനകളെയും ഒക്കെ കേൾക്കുന്ന ആ വലിയ പിതാമഹന്, സ്വർഗീയ പിതാവിൻ്റെ പുത്രന്, പരിശുദ്ധാത്മാവിൻ്റെ പുത്രന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഓരോ നിമിഷവും ഓരോ ദിവസവും അനുഗ്രഹമുള്ളതാക്കി മാറ്റിത്തരുന്ന ദൈവത്തിന് സാഷ്ടാംഗ നമസ്കാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ആ പരിശുദ്ധ അമ്മയുടെ അത്ഭുത മാധ്യസ്ഥ ശക്തിക്കും ആ ജപമാല റാണിയുടെ മാധ്യസ്ഥ ശക്തിക്ക് മുന്നിലും ഞാനിന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഞാനിന്നുള്ള സാക്ഷ്യങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, വിശുദ്ധ യൂദാസ്ലീഹായുടെ പ്രാർത്ഥന ഞാൻ ആദ്യം കേൾക്കാനിടയായത് ഈ മാസം ഫെബ്രുവരി മാസം, ഈ വർഷം 2026 ഫെബ്രുവരി 19-ാം തീയതിയാണ്. ഞാൻ ആദ്യമായി ഈ സ്ലീഹനെ പറ്റി ഞാൻ ആദ്യം കരുതിയിരുന്നത് യൂദാസ്ലീഹ എന്ന് പറയുന്നത് യൂദാസ്, ഒറ്റിക്കൊടുത്ത യൂദാസ് ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ അതിന്മേലുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്ക് 2 പ്രയർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. യൂദാ തദ്ദേവൂസും യൂദാസ് കറിയാത്തോയും രണ്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ ഈ യൂദാസ്ലീഹായുടെ പള്ളി തൊട്ടടുത്ത് എൻ്റെ വീടിനടുത്ത് എവിടെയാണോ സെർച്ച് ചെയ്ത് അവിടെ കണ്ടുപിടിച്ച് പോയി. ചെന്നപ്പോൾ മനസ്സിലായി അവിടെ വലിയ പ്രാധാന്യത്തോടെ എല്ലാവരും മാധ്യസ്ഥ ശക്തി കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതും എന്ത് അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആ ഒരു അത്ഭുത മാധ്യസ്ഥ ശക്തി അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് വന്ന് നേരിട്ട് അനുഗ്രഹം കൊടുത്ത വലിയൊരു അത്ഭുത സിദ്ധി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നും അത് ക്രിസ്തു വഴി നമുക്ക് നടത്തി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ പ്രാർത്ഥനയിൽ ഇതൊന്നും അറിയാതെ തന്നെ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അദ്ദേഹം എൻ്റെ 2 ദിവസം കൊണ്ട് എനിക്ക് 3 മാസത്തോളം നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ എഴുതിത്തള്ളിയ കാര്യം എനിക്കത് സാധിച്ചു കിട്ടി. 19-ാം തീയതി ഞാൻ പ്രാർത്ഥിച്ചു, 22-ാം തീയതി എനിക്ക് അതിനുള്ള ഫലം കാണുകയുണ്ടായി. ആ വലിയ മാധ്യസ്ഥ ശക്തി ഞാൻ അന്ന് മുതൽ വിശ്വസിച്ച് ഇന്നും എൻ്റെ കുടുംബത്തിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ ഭവനത്തിലും എൻ്റെ പ്രാർത്ഥനാ മുറിയിലും ഇന്ന് ഈ പ്രതിമയൊക്കെ വച്ച് ഞാനിന്ന് ആരാധിക്കുന്നു. ഇനി ഈ വേറൊരു മാധ്യസ്ഥ ശക്തിക്ക് മുന്നിൽ ഞാൻ പോകില്ല.
ഇത്ര വലിയൊരു വാഗ്ദാനങ്ങൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഞാനറിഞ്ഞ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അസാധ്യ കാര്യങ്ങളുടെ മാധ്യസ്ഥ ശക്തിയുടെ പ്രാർത്ഥന ഞാൻ എന്നാൽ കഴിയും വിധം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ പ്രകാരമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതുമൂലം ക്രിസ്തുവിൻ്റെ മഹത്വം ഒക്കെ എല്ലാവരിലും എത്തട്ടെ. ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ആരും അംഗീകരിക്കാത്ത ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ഒട്ടേറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ക്രിസ്തുവിനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്നെപ്പോലെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ജനതയുടെ ഇടയിൽ ഏറ്റവും സ്വർഗീയ പിതാവായി ജീവനുള്ള ത്രിയേക ദൈവ സത്യദൈവമായി ഇന്ന് നിലകൊള്ളുന്ന ആ കർത്താവ് ഈശോ മിശിഹായ്ക്ക് എൻ്റെ സ്നേഹചുംബനങ്ങളും ആ തിരുമുറിവുകളിൽ ആ തിരുരക്തം കൊണ്ട് കഴുകി പാപിയായ എന്നെ ഇന്ന് ഈ നിമിഷത്തിൽ ഇത്രയും താമസിച്ചിട്ടാണെങ്കിലും ഒരു ജന്മം മുഴുവൻ കഴിഞ്ഞു തീരാറായ അവസ്ഥയിലാണെങ്കിൽ പോലും ഇപ്പോഴെങ്കിലും അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്നോർത്ത് ഞാൻ കൃതജ്ഞതകളും കൃതജ്ഞതാ സ്തോത്രങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ കാഴ്ചവയ്ക്കുന്നു. എൻ്റെ ബലി അത്രയേ ഉള്ളൂ. എനിക്ക് എന്നേക്കാൾ നന്നായി ഇന്ന് എൻ്റെ ഹൃദയം മനസ്സിലാക്കുന്ന ആ ദൈവത്തിന് മുന്നിൽ സാഷ്ടാംഗ നമസ്കാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഇപ്പം നമ്മുടെ ഓരോ സെൻറ്ററുകളിൽ ഇപ്പം റിട്രീറ്റ് സെൻറ്ററുകളിൽ പോലെ കൃപാസനം പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എല്ലാവരും വലിയ വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയും വലിയ സാക്ഷ്യങ്ങളായിട്ട് പറയാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എഴുതി കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. മൈക്കെടുത്ത് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതിൻ്റെ പ്രകാരമാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു ചാനൽ തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തതും അത് കർത്താവിൻ്റെ കൃപയാലെ എന്നിൽ തോന്നിപ്പിച്ചതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. കാരണം ഞാനല്ല അതിൽ പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വം പോലെ ദൈവത്തിൻ്റെ പേരിലാണ് അതിൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നതും എല്ലാ കമൻസ് വരുന്നതൊക്കെ. അത് എന്നെയല്ല, ഞാനൊരു ഉപകരണം മാത്രം. അത് കർത്താവിൻ്റെ ചാനലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിലൊരു നിമിത്തമായതിൽ ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. നന്ദി പറഞ്ഞാലൊക്കെ എങ്ങനെ ശരിയാവുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം നന്ദി പറയാൻ വേണ്ടി നന്ദി മേടിക്കാനല്ലല്ലോ ദൈവം ഇരിക്കുന്നേ എന്നൊക്കെയുള്ള. കാരണം നന്ദിയേക്കാൾ മുകളിൽ എന്തെങ്കിലും വാക്കുണ്ടോ? കാരണം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെ നയിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒരു ശ്വാസം മുകളിലോട്ടെടുത്ത് താഴോട്ട് വിടാനുള്ള അനുഗ്രഹം പോലും ആ ദൈവം തീരുമാനിക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ നന്ദി എന്തിനാണ് ദൈവത്തിന്? അപ്പോൾ ആ നന്ദിയേക്കാൾ മുകളിൽ എന്തെങ്കിലും വാചകങ്ങളോ വാക്കുകളോ ഒക്കെ ഉണ്ടോ? എനിക്കറിയില്ല. അപ്പോൾ എത്ര ഹൃദയം കീറി മുറിച്ച് കാണിച്ചാൽ പോലും നമുക്ക് തൃപ്തിയാകാത്ത വിധം ദൈവത്തോട് കടപ്പെട്ടിരിക്കുകയാണ് ഈ ജീവിതത്തോടും ജീവനോടും ഒക്കെ. അത് പൂർവാധികം ശക്തിയായി ഓരോ ദിവസവും കൂടിക്കൂടി വരട്ടെ. അന്ത്യകൂദാശ വരെയും അത് നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന ഒരേ ഒരു പ്രാർത്ഥനയിൽ ഞാൻ ഇന്ന് ഈ വിശുദ്ധ യൂദാസ്ലീഹായോടുള്ള ആ പ്രാർത്ഥനയുടെ ഗാനം ചൊല്ലി ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് അത് ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ട് വന്നു. അന്ന് മുതൽ ഞാൻ തുടർച്ചയായി ചെറുതും വലുതുമായ അസാധ്യവും സാധ്യവുമായ കാര്യങ്ങളിൽ എല്ലാം പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷ അർപ്പിച്ച് എൻ്റെ മാധ്യസ്ഥനായി എൻ്റെ ജീവിതത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രാർത്ഥനാമുറിയിലെയും ഏറ്റവും വലിയ മാധ്യസ്ഥ ശക്തിയായി ഞാനിന്ന് അദ്ദേഹത്തെ ആശ്രയിക്കുന്ന ആ സന്തോഷ വിവരം ഞാനിന്ന് അറിയിച്ചു കൊള്ളുന്നു. ആമേൻ. പൂജ്യനാം പുണ്യതാതാ യേശുവിൻ സ്നേഹദൂതാ, പൂജ്യനാം പുണ്യതാതാ യേശുവിൻ സ്നേഹദൂതാ, യൂദാത്താദേവൂസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു, യൂദാത്താദേവൂസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്ന എങ്കിലും, ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്ന എങ്കിലും, മഹിമപ്രതാപമോടെ വാണിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ, ക്ലേശം നിറഞ്ഞിടുന്നു പാതയിൽ, ആശകൾ അസ്തമിക്കും വേളയിൽ, ശരണമില്ലാരുമീ തനയരിൽ, കൃപ നീ ചൊരിഞ്ഞിടുദയാനിതേ, കൃപ നീ ചൊരിഞ്ഞിടുദയാനിതേ.
അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലിഹായേ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലിഹായേ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. യൂദാ വിശുദ്ധ സ്ലീഹ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ, നിന്ദാസർ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കദയാനിധേ. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാസ്ലിഹായേ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ഏതാണോ ആവശ്യം നടക്കേണ്ടതായിട്ടുള്ളത് ആ നിയോഗം അവിടെ സമർപ്പിക്കുക. എൻ്റെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാസ്ലിഹായുടെ അസാധ്യ കാര്യങ്ങളുടെ മാധ്യസ്ഥ ശക്തിയിൽ ഞാൻ സമർപ്പിച്ച നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും, എല്ലാ വെല്ലുവിളികളെയും, എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ പ്രതിബന്ധനങ്ങളെയും, എല്ലാ വൈരികളുടെ ഇടപെടലുകളെയും പൂർണ്ണമായും അങ്ങ് എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. അങ്ങനെ എത്ര നിയോഗമുണ്ടോ നമുക്ക് അത്രയും നിയോഗം പ്രാർത്ഥിക്കാം. അത് മുടങ്ങാതെ നമുക്ക് വ്യാഴാഴ്ച നൊവേന പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. അല്ല, മുടങ്ങാതെ 9 വ്യാഴാഴ്ചയോ 9 ദിവസമോ 33 ദിവസമോ അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാം. അതിനുള്ളിൽ ഉറപ്പായിട്ടും അത് സാധിച്ചു കിട്ടുമെന്നുള്ളതിന് ഞാൻ സാക്ഷ്യം. എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, ഇതുവരെ ഞാൻ എഴുതി സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞാനൊരു ബുക്ക് എടുത്ത് ഇങ്ങനെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അന്ന് മുതലുള്ളത് ഞാനിങ്ങനെ എഴുതും. എഴുതിയിട്ട് നമുക്ക് എന്ത് അസാധ്യ കാര്യമാണോ, എങ്ങനെയൊക്കെയാണോ സാധിച്ചു കിട്ടേണ്ടത്, ഇപ്പം ഒരു കാര്യം ഇന്ന രീതിയിൽ എനിക്ക് നടന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മളതങ്ങ് എഴുതി വെക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. അത് കൃത്യമായി ആ ഡേറ്റ് സഹിതം അത് കൃത്യമായി സാധിച്ചു തരും എന്നുള്ളതിനുള്ള എക്സാമ്പിൾ എനിക്ക് വന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു എനിക്ക് വിസ തടസ്സം വന്ന് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ആഴ്ചയ്ക്കുള്ളിൽ അത് കിട്ടണം, ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം എന്ന് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവെ നീ അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു. അത് ആ ഡേറ്റ് എഴുതി സമർപ്പിച്ചതിൻ്റെ തലേന്ന് തന്നെ എനിക്ക് കിട്ടി. അടുത്തത് മെഡിക്കൽ റെഡിയായി എല്ലാം കഴിഞ്ഞ് വിസ സ്റ്റാമ്പിങ്ങിന് വിടാൻ ഇത്ര ദിവസത്തിന് മുന്നേ വിടണം എന്ന് ഞാൻ എഴുതി. കറക്റ്റ് ഒരു 3 ദിവസത്തിന് മുന്നേ അത് സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എഴുതി സമർപ്പിച്ച പ്രാർത്ഥനകളെന്ന് പറയുന്നത് ദൈവം, നമ്മൾ മറന്നാൽ പോലെ ദൈവം ആ ഡേറ്റും സമയവും കൃത്യസമയം ദൈവം ഇടപെടുമെന്ന് പറയുന്നതിൽ എനിക്കൊരത്ഭുത സാക്ഷ്യമായി പറയാനും, ഇത് അനുഭവമുള്ളവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് അറിയാം. അറിയാത്തവർക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ ആ ഒരു കൃത്യസമയത്തുള്ള നമ്മുടെ ലൈഫിലെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടിത്തരണമോ അതൊക്കെ കർത്താവ് തീരുമാനിച്ചുറപ്പിച്ച് കൃത്യസമയം ദൈവം ഇടപെടും. അതായത് അബ്രഹാം ഇസഹാക്കിനെ ബലി കൊടുക്കാനായിട്ട് വാളെടുത്തപ്പോൾ, ബലിപീഠത്തിന് കിടത്തി വാളെടുത്തപ്പോൾ കൃത്യസമയം ദൈവം ഇടപെട്ടതുപോലെ നമ്മുടെ ലൈഫിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നിയോഗങ്ങളിൽ എന്താണോ നടക്കേണ്ടത് അത് ആ കറക്റ്റ് ടൈമിങ്ങിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതിനുള്ള തെളിവാണ് എനിക്ക് ഇതുവഴി ഈ ലോകത്തോട് വിളിച്ച് പറയാനുള്ളത്. ഇത് ആരെങ്കിലും ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് ആ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. എല്ലാം ദൈവസന്നിധിയിലേക്ക്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച ജീവിതമായി ഇന്ന് ഞാൻ മുന്നോട്ട് പോകുന്ന ഉടമ്പടിയിലൂടെ, ക്രിസ്തുവും ഞാനും തമ്മിലുള്ള ഉടമ്പടിയിലൂടെ, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൂദാസ്ലിഹായുടെയും അത്ഭുത മാധ്യസ്ഥ ശക്തിയുടെയും പിൻബലത്താൽ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ക്രിസ്തുവിൻ്റെ പാദത്തെങ്കൽ തൃപ്പാദത്തെങ്കൽ സകലം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന.